Hello all. In this video we are going to learn the classification of bank advances. Bank advances are classified into four groups to determine the amount of provision. Provision amount calculate ചെയ്യാൻ വേണ്ടി ബാങ്ക് അഡ്വാൻസസിനെ 4 ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് അസറ്റ്. നമുക്കറിയാം അസറ്റ് ഇവിടെ അഡ്വാൻസസ് എന്ന് പറയുന്നത് ലോൺസ് ആണ്, ക്യാഷ് ക്രെഡിറ്റ്സ് ആണ്. ഇത് ബാങ്ക് കടം കൊടുക്കുന്ന എമൗണ്ട്സ് ആണ് അല്ലേ. അങ്ങനെ കടം കൊടുക്കുക എന്ന് പറയുന്നത് ബാങ്കിന് അസറ്റാണ്. കാരണം അങ്ങനെ കടം കൊടുക്കുമ്പോൾ ബാങ്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻകം ആണ്. സോ ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്സ്, then term loans etc. are assets for the bank. Those are known as bank advances. These bank advances are classified into four to determine the amount of provision. First one is standard asset. What is a standard asset? A standard asset is one which does not disclose any problem and which does not carry more than normal risk attached to the business. Standard asset എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലവും ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്ത ഒരു അസറ്റ്, ഒരു ലോൺ, ഒരു ക്യാഷ് ക്രെഡിറ്റ്, ഒരു പ്രോബ്ലം ഇല്ല. കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് എമൗണ്ടും അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും കസ്റ്റമർ കൃത്യമായിട്ട് അടച്ചു പോരുന്നു. ഒരു റിസ്ക്കുമില്ല. സാധാരണ ഉള്ള ഒരു റിസ്ക്, സാധാരണ ഒരു അസറ്റിൻ്റെ മുകളിൽ, ഒരു ലോണിൻ്റെ മുകളിലുള്ള നോർമൽ റിസ്കിന് മാത്രമേ ബാങ്കിനുള്ളൂവെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് അസറ്റ് ഇസ് വൺ വിച്ച് ഡസ് നോട്ട് ഡിസ്ക്ലോസ് എനി പ്രോബ്ലം ആൻഡ് വിച്ച് ഡസ് നോട്ട് ക്യാരി more than normal risk attached to the business, whether it is secured or unsecured. നമ്മൾ ബാങ്കിൽ നിന്ന് കടം എടുക്കുമ്പോൾ സെക്യൂരിറ്റി ചോദിക്കാറുണ്ട് അല്ലേ. നമ്മളുടെ ആധാരം അല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ്, എന്തെങ്കിലും ഷെയർസ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ലോൺ തരുന്നത്. അങ്ങനെ സെക്യൂർഡ് ആയ, അതായത് അങ്ങനെ നമ്മളൊരു സെക്യൂരിറ്റി വെച്ചതോ വെക്കാത്തതോ ആകാം. വെദർ ഇറ്റ് ഈസ് സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ്, എന്ത് ലോൺ ആയിക്കോട്ടെ, പക്ഷേ if it does not create any problem to the bank, those assets are known as standard assets. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിലും ബാങ്കിൽ റിസ്ക് ഉണ്ട്, നോർമൽ റിസ്ക് ഉണ്ട്. സോ ദേ ഹാവ് ടു പ്രൊവൈഡ് സം പ്രൊവിഷൻ ഇൻ ഓർഡർ ടു ഓവർകം ദാറ്റ് റിസ്ക്. ഓക്കെ, സോ ഹിയർ ഡയറക്റ്റ് അഡ്വാൻസസ് ടു അഗ്രികൾച്ചറൽ ആൻഡ് SME. ഡയറക്റ്റ് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു അഗ്രികൾച്ചർ പർപ്പസിനോ SMEസിനോ കൊടുക്കുകയാണെങ്കിൽ എത്ര ടോട്ടൽ എമൗണ്ട്, ആ ടോട്ടൽ എമൗണ്ടിൻ്റെ 0.25%, 25% അല്ല, 0.25% എമൗണ്ട്, ടോട്ടൽ എമൗണ്ടിൻ്റെ 0.25% പ്രൊവിഷനായിട്ട് മാറ്റണം. എവിടെ നമ്മൾ പ്രൊവിഷനായിട്ട് മാറ്റുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ ഹെഡിൽ മൂന്നാമത്തെ ഐറ്റം പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിലേക്ക് നമ്മൾ ഈ എമൗണ്ട് മാറ്റണം. ടോട്ടൽ എമൗണ്ടിൻ്റെ 0.25%. ഇഫ് അഡ്വാൻസസ് ടു കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് CRE സെക്ടറിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ടോട്ടൽ എമൗണ്ടിൻ്റെ 1%. അതർ ലോൺ അസറ്റ്സ്, ഇത് രണ്ടുമല്ലാത്ത ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് അസറ്റ്സ് എല്ലാം 0.40%ഉം പ്രൊവിഷനായിട്ട് മാറ്റണം. സോ സ്റ്റാൻഡേർഡ് അസറ്റ് വിച്ച് ഡസ് നോട്ട് ഡിസ്ക്ലോസ് എനി പ്രോബ്ലം ടു ദ ബാങ്ക്, വെദർ ഇറ്റ് ഈസ് സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ്. ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് അഡ്വാൻസസ് ടു അഗ്രികൾച്ചർ ആൻഡ് SMEs, you have to provide 0.25% of the total amount. In case of advances to commercial real estate sector, you have to provide for 1% of the total amount, and in case of other loan assets 0.40% provision ആയിട്ട് മാറ്റണം. So this is the first classification, standard assets. Second one, substandard assets. Substandard asset is one which has been classified as NPA. നമുക്കറിയാം NPA ഒരു പെർഫോമിംഗ് അസറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് ആവുന്ന എപ്പോഴാണ്? 90 days ആകുമ്പോഴാണ്. 90 days കഴിയുമ്പോൾ അതിന് നോൺ പെർഫോമിംഗ് അസറ്റ് ആവും. സോ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ഇസ് വൺ വിച്ച് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ആസ് NPA ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 12 months. അതായത് NPA ആയിട്ടുണ്ട്, 90 days ആയപ്പോൾ NPA ആയി. അത് കഴിഞ്ഞ് ഒരു വർഷമായി, അതായത് 12 മാസമേ ആയിട്ടുള്ളൂ. 12 മാസത്തിലധികം ആവരുത്. നോട്ട് എക്സീഡിങ് 12 months വരെ ആ ലോണിനെ, ആ അഡ്വാൻസസിനെ നമ്മൾ സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയും. കാരണം കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം 90 days ആയിട്ടും അടച്ചിട്ടുമില്ല, അങ്ങനെ അടയ്ക്കാതെ ഒരു വർഷത്തോളം ആയിട്ടുണ്ട്. സോ അതിനെ നമ്മൾ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയും. ഇതിൽ തന്നെ സെക്യൂർഡും അൺസെക്യൂർഡും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓൺ സെക്യൂർഡ് ലോൺ, ബാങ്ക് ഹാസ് ടു പ്രൊവൈഡ് 15% പ്രൊവിഷൻ ഓഫ് ദ ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ടിന് 15% പ്രൊവൈഡ് ചെയ്യണം പ്രൊവിഷനായിട്ട്. ഓൺ അൺസെക്യൂർഡ് ഇൻഫ്രാസ്ട്രക്ചർ ലോൺ അക്കൗണ്ട്സ്, വെദർ certain safeguards such as escrow accounts are available. Unsecured amount ആണ്, പക്ഷേ escrow account facility ഉണ്ട്. escrow account എന്ന് പറഞ്ഞാൽ
escrow means in real estate it is typically used for two reasons. This escrow account is typically used for two reasons, because to protect the buyer's good faith deposit, so the money goes to the right party according to the right conditions of the sale. നമ്മൾ ഈ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള അറേഞ്ച്മെൻറ്റിൽ ഒരാൾ മറ്റേയാൾക്ക് പൈസ കൊടുക്കുമോ എന്ന് നമുക്കറിയില്ലല്ലോ. കാരണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ പിന്നീടാണ് പൈസ തരിക അല്ലേ. പിന്നീട് ആദ്യം നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നു, പിന്നീട് കുറേ നാൾക്ക് ശേഷമായിരിക്കും, ഒരു 6 monthsനൊക്കെ ശേഷമായിരിക്കാം ചിലപ്പോൾ ഈ കരാർ എഴുതുന്നതൊക്കെ. അപ്പോൾ അന്ന് കിട്ടുമോ എന്ന് ഉറപ്പൊന്നുമില്ല. സോ ഒരു തേർഡ് പാർട്ടി സേഫ് ഗാർഡ്, ഒരു തേർഡ് പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ഈ എസ്ക്രോ എന്ന് പറയുന്നത്. അതുപോലെ ബാങ്കിലും ഉണ്ട്. അതായത് ഈ പറയുന്ന എസ്ക്രോ അക്കൗണ്ട് ഫെസിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു സേഫ്റ്റി ഉണ്ട്, കുറച്ചെങ്കിലും ഒരു ആ എമൗണ്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ദ തേർഡ് പാർട്ടി കേപ്പബിൾ ഓഫ് ഹോൾഡിംഗ് ദ അസറ്റ് ഓൺ ബിഹാഫ് ഓഫ് ടു പാർട്ടീസ്. രണ്ട് പാർട്ടീസിന് വേണ്ടി ഇത് ഹോൾഡ് ചെയ്യുന്നു. അത് അവരുടെ കാര്യങ്ങൾ നടപ്പായതിനു ശേഷം നമ്മൾ ഈ എമൗണ്ട് കൊടുക്കുന്നു. സോ ഒരു സെക്യൂരിറ്റി ഉണ്ട്, തേർഡ് പാർട്ടി ഒരു ഗ്യാരണ്ടി ഉണ്ട് എസ്ക്രോ അക്കൗണ്ട്സ് ഫെസിലിറ്റി ഉള്ളതാണെങ്കിൽ. സോ അപ്പോൾ നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ടും അൺസെക്യൂർഡ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ 20% ടോട്ടൽ എമൗണ്ടിൻ്റെ 20% പ്രൊവിഷൻ മാറ്റണം. അതർ അൺസെക്യൂർഡ്, ഇതൊന്നും ഇല്ലാത്ത അതർ അൺസെക്യൂർഡ് ലോൺ അക്കൗണ്ട്സ് ഉണ്ടാവും, അതിന് 25%ഉം നമ്മൾ മാറ്റണം. സോ ഇൻ കേസ് ഓഫ് substandard asset means it is classified as non-performing asset. ഒരു non-performing asset ആയി for a period not exceeding 12 months. non-performing asset ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് 12 മാസത്തിലധികമായിട്ടില്ല, 12 മാസത്തോളം ഇരുന്നിട്ടുണ്ട്. ഓക്കെ. ഇൻ കേസ് ഓഫ് സെക്യൂർഡ് ലോൺ ആണെങ്കിൽ, അതിൽ തന്നെ സെക്യൂർഡ് ആണെങ്കിൽ 15%, കുറച്ച് ഗ്യാരണ്ടി ആയിട്ട് എസ്ക്രോ അക്കൗണ്ട്സ് അവൈലബിൾ ആണെങ്കിൽ 20%, അതർ അൺസെക്യൂർഡ് ലോൺ അക്കൗണ്ട് ആണെങ്കിൽ 25%. ദെൻ തേർഡ് കാറ്റഗറി ഡൗട്ട്ഫുൾ അസറ്റ്സ് ആണ്. ഡൗട്ട്ഫുൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഡൗട്ട്ഫുൾ എന്നൊക്കെ. സോ ഡൗട്ട്ഫുൾ അസറ്റിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു? വിച്ച് ഹാസ് റിമെയിൻഡ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ടുണ്ട്, 90 days ആയപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റായി. പക്ഷേ അങ്ങനെ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് ഫോർ എ പീരീഡ് എക്സീഡിങ് 12 months, 12 മാസം കഴിഞ്ഞു അല്ലേ, അങ്ങനെ വരുന്നത് നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറയും. ഓക്കെ. സോ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് 1 വർഷത്തിൽ താഴെയാണെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സും, നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് 1 വർഷത്തിൽ മുകളിലായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്നും പറയും. അൺസെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ ഡൗട്ട്ഫുൾ അസറ്റ് ആണോ 100%ഉം പ്രൊവിഷൻ വേണം. കാരണം ഒട്ടും സെക്യൂരിറ്റി ഇല്ല, നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിന് ഒന്നും കിട്ടിയിട്ടില്ല, കംപ്ലീറ്റ് റിസ്ക് ആണ്. സോ 100% നമ്മൾ പ്രൊവിഷനായിട്ട് മാറ്റണം. ഓൺ സെക്യൂർഡ് പോർഷൻ ഉണ്ടെങ്കിൽ അപ് ടു 1 year, 1 വർഷം വരെ 25%, exceeding 1 year but not exceeding 3 years. അതായത് 1 വർഷം മുതൽ 3 വർഷം വരെ 40%, 3 വർഷത്തിന് ശേഷം 100% പ്രൊവിഷനും മാറ്റണം. ഓക്കെ. സോ ഡൗട്ട്ഫുൾ അസറ്റ് ആണെങ്കിൽ, ഡൗട്ട്ഫുൾ അസറ്റ് മീൻസ് which has remained non-performing asset for a period exceeding 12 months. In those cases, means in the case of doubtful assets on unsecured provision, bank has to provide 100% of the total amount as provision. On unsecured provision up to 1 year, they have to provide 25%. Then between 1 to 3 years, 40% of the provision amount, and for exceeding 3 years, 100% provision. Then last category, loss assets. A loss asset is one where loss has been identified by the bank or internal or external auditors or the RBI inspection, but the amount has not been written off wholly or partly. ലോസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലോസ് ആണ്, ഇതിൻ്റെ മുകളിൽ നമുക്ക് യാതൊരു എമൗണ്ടും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ബാങ്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയോ, ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയോ, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയോ, അല്ലെങ്കിൽ RBI ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഇത് കാണുകയോ, ഇത് ലോസ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയോ. പക്ഷേ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹോൾ എമൗണ്ടോ അല്ലെങ്കിൽ പാർട്ട് എമൗണ്ടോ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ നിർവാഹമില്ലാത്ത അസറ്റുകളുണ്ട്, ലോസ് അസറ്റ്. അപ്പോഴും നമ്മളിതിനെ 100% പ്രൊവിഷനും മാറ്റണം എന്നുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ക്ലീനിങ് പ്രോസസ്സൊക്കെ വരുന്നത്. അപ്പോഴാണ് നമ്മൾ പറയാറ് ബാലൻസ് ഷീറ്റിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്ത് മാറ്റി വേറെ ലീഗൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ബാലൻസ് ഷീറ്റിനെ ക്ലീൻ ചെയ്യുന്ന കാര്യം. നമ്മൾ വിജയ് മല്യയുടെ കാര്യം പറഞ്ഞപ്പോൾ 7 വർഷത്തിനകം ബാങ്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും, 7 വർഷത്തിനകം അത് ട്രീറ്റ് ചെയ്യും, അതിനെ ലീഗൽ പ്രൊസീജിയറിലൂടെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യും, തൽക്കാലം റൈറ്റ് ഓഫ് ചെയ്യുന്നു. റൈറ്റ് ഓഫ് എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ മാറ്റുന്നു. കാരണം ഇത് ലോസ് അസറ്റായിട്ട് ഒരുപാട് കിടക്കുന്നത് ബാങ്കിന് നല്ലതല്ല. സോ അങ്ങനത്തെ മാറ്റി വെക്കാൻ റൈറ്റ് ഓഫ് ചെയ്യാനും പറ്റുന്നില്ല, പക്ഷെ അത് ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം.
ദോസ് അസറ്റ്സ് ആർ ലോസ് അസറ്റ്സ്. അവിടെയും നമുക്ക് 100% പ്രൊവിഷൻ മാറ്റണം എന്നുള്ളതാണ്. സോ ഇൻ കേസ് ഓഫ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആണെങ്കിലും പ്രൊവിഷൻ വേണം. 0.25% ആണ്. അഗ്രികൾച്ചർ SMEs, കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ 1%, അതർ ലോൺ അസറ്റ്സ് ആണെങ്കിൽ 0.40. ഇവിടെ സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണോ നോക്കേണ്ട കാര്യമില്ല. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ ഫോർ സെക്യൂർഡ് ലോൺ ആണെങ്കിൽ 15%, അൺസെക്യൂർഡ് പോർഷൻ തന്നെ എസ്ക്രോ അക്കൗണ്ട്സിൻ്റെ അതായത് ഒരു ഗ്യാരണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ 20%, അതർ അൺസെക്യൂർഡിന് 25%. ഡൗട്ട്ഫുൾ അസറ്റ് ആണെങ്കിൽ അൺസെക്യൂർഡ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും 100% പ്രൊവിഷൻ വേണം. സെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ അപ് ടു 1 year 25%, ബിറ്റ്വീൻ 1 to 3 years 40%, എക്സീഡിങ് 3 years 100%. ഫോർ ലോസ് അസറ്റ്സ് 100% പ്രൊവിഷനും മാറ്റണം. ഓക്കെ, ഈ പ്രൊവിഷൻസ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. From the following information, ascertain the provision required in respect of Bank of Mysore for the year ended on 31st March 2012. Standard assets 10 lakh, substandard assets secured ആണ് 5 lakh, loss assets 60,000, doubtful for 1 year, for 2 year and for 4 years. നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ പ്രൊവിഷൻ പെർസെൻറ്റേജ് എല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സോ ഫസ്റ്റ് കേസ് സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്, നമുക്കറിയാം അല്ലേ ഏതൊക്കെയാണ് അതിൻ്റെ എന്താണ് പ്രൊവിഷൻ പെർസെൻറ്റേജ് എന്ന്. സോ 10 lakh rupees ആണ്. 0.40% ആണ്. ഇവിടെ നമ്മളോട് പ്രത്യേകം പറയുന്നില്ല അഗ്രികൾച്ചർ അഡ്വാൻസ് ആണെന്നോ അല്ലെങ്കിൽ ഇത് കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്കുള്ളതാണെന്ന് പറയുന്നില്ല. സോ അതർ കാറ്റഗറിക്ക് 0.40 ആണ്. സോ 10 lakhൻ്റെ 0.40% 4,000. ദെൻ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് സെക്യൂർഡ് ആണ്. സെക്യൂർഡ് ആണെങ്കിൽ നമുക്കറിയാം 15% ആണ്. സോ 5 lakhൻ്റെ 15%. ഡൗട്ട്ഫുൾ അസറ്റ് ആണെങ്കിൽ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇവിടെ സെക്യൂർഡ് ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. അൺസെക്യൂർഡ് ആണെങ്കിൽ 100% വരും. സെക്യൂർഡ് ആണ് നമുക്ക് അസ്യൂം ചെയ്യാം, കാരണം ഓരോ ഇയർ ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് തന്നിരിക്കുകയാണ്. സോ ഫോർ 1 year നമുക്കറിയാം അതിൻ്റെ പ്രൊവിഷൻ എമൗണ്ട് 25% ആണ്. സോ 2 lakhൻ്റെ 25%, അപ് ടു ബിറ്റ്വീൻ 1 to 3 years ആണെങ്കിൽ 40% ആണ്. ഇവിടെ 2 years ആണ്. സോ 40% ആണ്. 1 lakhൻ്റെ 40%. For 4 years, that means it exceeds 3 years, that is 100% provision is required. So 50,000 100% 50,000. Loss assets ഉണ്ട് 60,000. Loss asset ആണെങ്കിൽ 100% provision ആണ് 60,000. So total provision 2,79,000. ഈ 2,79,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ ഹെഡിൽ തേർഡ് ഐറ്റം പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ കാണിക്കണം. ഓക്കെ, so hope you understand how the bank advances are classified for calculating the provision amount. Then illustration, next illustration, calculate the amount of provision required for the City Bank of Bangalore for the year ended 31st March 2012. Standard assets നമുക്കറിയാം, ഒന്നും പറഞ്ഞിട്ടില്ല. സോ 0.40% ആണ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് സെക്യൂർഡ് ആണ്. ഡൗട്ട്ഫുൾ തന്നിട്ടുണ്ട് 1 year. ടോട്ടൽ എമൗണ്ട് 40,000 ആണ്. ബ്രാക്കറ്റിൽ അൺസെക്യൂർഡ് 5,000 ആണെന്ന് പറയുന്നു. സോ 40,000ൽ 5,000 അൺസെക്യൂർഡ് ആണെങ്കിൽ സെക്യൂർഡ് 35,000 ആണ്. 2 years ആണെങ്കിൽ അൺസെക്യൂർഡ് പോർഷൻ 3,000 ആണെന്ന് പറയുന്നു. സോ ബാക്കി 27,000 സെക്യൂർഡ് ആണ്. 5 years സെക്യൂർഡ് 6,000 ആണെങ്കിൽ അൺസെക്യൂർഡ് 4,000 ആണ്. ദെൻ ലോസ് അസറ്റ്സ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യണം. നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് ഇതിൻ്റെ ആൻസർ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് ഗ്രൂപ്പിൽ. എല്ലാവരും ഒന്നൊരു പേപ്പറിൽ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് പേഴ്സണലായിട്ടൊന്ന് അയക്കണം. ഓക്കെ, സ്റ്റാൻഡേർഡ് അസറ്റ്സിൻ്റെ പ്രൊവിഷൻ എല്ലാം എമൗണ്ട് എത്ര വരും എന്നൊക്കെ ഉള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.